നമസ്കാരം. ബോധിയുടെ ഫിസിക്സിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഫിസിക്സിന്റെ 4ാമത്തെ ലെസൺ ആണ്. ആദ്യ ലെസണിൽ നമ്മൾ സയൻസിനെ പറ്റി പറഞ്ഞു അല്ലെ. അത് കഴിഞ്ഞിട്ട് അടുത്ത ലെസണിൽ നമ്മൾ ലെങ്തിനെ പറ്റി പറഞ്ഞു, ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ പറ്റി പറഞ്ഞു. അതുപോലെ 3ാമത്തെ ലെസണിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ടൈം എന്നുള്ള ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ പറ്റിയാണ്. എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ ആവശ്യകത എന്നും എന്തുകൊണ്ട് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് നിലവിൽ വന്നു എന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു ഇല്ലേ. 1960 പാരീസില് ജനറൽ കോൺഫറൻസ് ഓൺ വെയിറ്റ് ആൻഡ് മെഷർമെന്റ് എന്നൊരു കോൺഫറൻസിലാണ് 7 ഫണ്ടമെന്റൽ യൂണിറ്റുകൾ നിലവിൽ വന്നത് എന്നതിനെ പറ്റിയും നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി നമ്മൾ പറയുന്നത് അടുത്ത ഫണ്ടമെന്റൽ യൂണിറ്റ്, നമ്മൾ പറയുന്ന 3ാമത്തെ ഫണ്ടമെന്റൽ യൂണിറ്റ് മാസിനെ പറ്റിയാണ്. മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. എന്താണ് മാസ്? മാസിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഒരു വസ്തു എടുത്തു വയ്ക്കുമ്പോൾ ആ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാസ് എന്ന് വിളിക്കുക. ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് എന്ത്? മാസ്. ആ മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കിലോഗ്രാം ആണ്. മാസും വെയിറ്റും ഒന്നാണ്. ശരിക്കും മാസും വെയിറ്റും എന്നുള്ളത് രണ്ട് കൺസെപ്റ്റ് ആണ്, രണ്ടും 2 യൂണിറ്റുകളാണ്. മാസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റും വെയിറ്റ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് യൂണിറ്റുമാണ്. എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്, എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതിനെ പറ്റിയും നമുക്ക് എന്ത് ചെയ്യാം? ഈ ലെസണിൽ പഠിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത് എന്താണ് മാസ് എന്ന് പറഞ്ഞു. മാസ് എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാസ് എന്ന് വിളിക്കുക. ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് എന്ത്? മാസ്. മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കിലോഗ്രാം ആണ്. ഇനി ഞാൻ പറഞ്ഞു വെച്ചു, നമ്മുടെ യൂണിറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മെഷർ ചെയ്യുമ്പോൾ ഏറ്റവും അധികം വേണ്ടത് ആക്യുറസി ആണ്. പ്രത്യേകിച്ച് മാസിന്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കടയിൽ പോയി മേടിച്ചു ഇല്ലേ. ഞാൻ അവിടെ ചെന്നിട്ട് 1 കിലോഗ്രാം പഞ്ചസാര തരാൻ പറഞ്ഞു. ഞാൻ ഇവിടെ ചെന്ന് കഴിഞ്ഞാലും എനിക്ക് കിട്ടുന്ന 1 കിലോഗ്രാം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഈക്വൽ ആയിരിക്കണം. അവിടെയാണ് ഞാൻ പറഞ്ഞ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റിന്റെ ആവശ്യകത വന്നത്. നമ്മുടെ ലോകമെമ്പാടും അംഗീകരിക്കുന്ന മാസിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കിലോഗ്രാം ആണ്. ഇനി എങ്ങനെ നമുക്കൊരു മാസിനെ മെഷർ ചെയ്യാം? എന്ത് നോക്കിയിട്ടാണ് നമ്മൾ 1 കിലോഗ്രാം എന്ന് പറയുക? ഞാൻ ഈ പറഞ്ഞ പാരീസിൽ വെച്ചിട്ടാണ് ആ കോൺഫറൻസ് നടന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആ സംഘടനയിൽ അല്ലെങ്കിൽ ആ മ്യൂസിയത്തില് നമ്മുടെ ഒരു പ്ലാറ്റിനം ഇറിഡിയത്തിന്റെ ഒരു റോഡ്, അതിനെ 1 കിലോഗ്രാം ആയിട്ട് കൺസെപ്റ്റ് ചെയ്തിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? 1 കിലോഗ്രാം ആയിട്ട് നമ്മൾ എല്ലായിടത്തും ലോകമെമ്പാടും നമ്മൾ എന്ത് ചെയ്യുക? മെഷർ ചെയ്യുക. എവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ 1 കിലോഗ്രാം സാധനം തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി മാസും വെയിറ്റും എന്നുള്ളത് രണ്ടും 2 കൺസെപ്റ്റ് ആണ്. വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റില് അല്ലെങ്കിൽ ഒരു വസ്തുവില് നമ്മുടെ ഭൂമി എത്രത്തോളം ഗ്രാവിറ്റേഷൻ, എത്രത്തോളം അട്രാക്ഷൻ കൊടുക്കുന്നു അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വെയിറ്റ് എന്ന് വിളിക്കുക. ശരിക്കും വെയിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഞാനിപ്പോ നമ്മുടെ ഭൂമിയിൽ തന്നെ പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഞാനൊരു വെയിറ്റ് മെഷർ ചെയ്യുകയാണെങ്കിൽ ആ മെഷർ ചെയ്യുന്നത് ഈ പറഞ്ഞ സ്പ്രിംഗ് ത്രാസ് പോലുള്ള ഉപകരണമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെയുള്ള വെയിറ്റ് എന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും വ്യത്യാസമായിരിക്കും. കാര്യം നമ്മുടെ ഭൂമിക്കുള്ളത് ഒരു ജിയോയിഡ് ഷേപ്പാണ്. നമ്മുടെ ഇക്വേറ്ററിലുള്ള ലെങ്ത് ആയിരിക്കില്ല നമ്മുടെ പോൾസിൽ പോകുമ്പോൾ കിട്ടുക. അപ്പോൾ അവിടുത്തെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും കിട്ടുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഞാനൊരു സ്പ്രിംഗ് ത്രാസിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് വ്യത്യാസമായിരിക്കും. പക്ഷേ അവിടെ ഞാൻ മെഷർ ചെയ്യുന്നത് മാസ് ആണെങ്കിൽ അത് എവിടെ ചെന്നാലും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അപ്പോ എന്താണ് മാസ് എന്ന് പറഞ്ഞു? ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാസ് എന്ന് വിളിക്കുക. ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് എന്ത്? മാസ്. മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കിലോഗ്രാം ആണ്. ഇനി എനിക്ക് തീരെ വെയിറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ തീരെ മാസ് കുറഞ്ഞൊരു വസ്തുവിനെ എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് മെഷർ ചെയ്യണം. ഒരുപക്ഷെ എനിക്ക് കിലോഗ്രാം ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കിലോഗ്രാമിനെ നമ്മൾ ചെറിയ യൂണിറ്റുകളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഗ്രാം അല്ലെ. നമ്മളിപ്പോ കടയിൽ ചെന്നിട്ട് എനിക്കിപ്പോ 1 കിലോഗ്രാം ഷുഗർ വേണമെന്നില്ല, പഞ്ചസാര വേണമെന്നില്ല.
അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് 500 ഗ്രാം മതി. അപ്പൊ എന്താണ് ഗ്രാം? നമ്മൾ കിലോഗ്രാമിനെ 1000 ചെറിയ യൂണിറ്റുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രാം എന്ന് വിളിക്കുക. 1000 ഗ്രാം ചേരുമ്പോഴത്തേക്കാണ് എന്തായിട്ട് മാറുക? 1 കിലോഗ്രാം ആയിട്ട് മാറുക. അപ്പോ എന്താണ് മാസ് എന്ന് പറഞ്ഞു? മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്ന കിലോഗ്രാം ആണ്. പക്ഷെ എനിക്ക് ചെറിയ അളവുകൾ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കിലോഗ്രാം പറ്റില്ല. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാം ആണ്. 1000 ഗ്രാം ചേരുമ്പോഴത്തേക്കാണ് എന്തായിട്ട് മാറുക? 1 കിലോഗ്രാം ആയിട്ട് മാറുക. ഇനി ഇതിലും ചെറിയ വെയിറ്റ് ആണ്, ഇതിലും ചെറിയ മാസാണ് എനിക്ക് മെഷർ ചെയ്യേണ്ടത് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മില്ലിഗ്രാം ആണ്. ഈ ഗ്രാമിനെ തന്നെ നമ്മൾ വീണ്ടും 1000 ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മില്ലിഗ്രാം എന്ന് വിളിക്കുക. 1000 മില്ലിഗ്രാം ചേരുമ്പോഴത്തേക്കാണ് എന്തായിട്ട് മാറുക? 1 ഗ്രാം ആയിട്ട് മാറുക. അപ്പൊ എന്താണ് മാസ് എന്ന് പറഞ്ഞു? മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്ന കിലോഗ്രാം ആണ്. മാസിലും ചെറിയ അളവുകൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഗ്രാം യൂസ് ചെയ്യാം. അതിലും ചെറിയ അളവാണ് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മില്ലിഗ്രാം യൂസ് ചെയ്യാം. അങ്ങനെയെങ്കിൽ എത്ര മില്ലിഗ്രാം ചേരുമ്പോഴാണ് 1 കിലോഗ്രാം ആവുക? അല്ലെ, 1000 മില്ലിഗ്രാം ചേരുമ്പോഴത്തേക്ക് 1 ഗ്രാം ആയി. 1000 ഗ്രാം ചേരുമ്പോഴാണ് 1 കിലോഗ്രാം ആവുക. അങ്ങനെയെങ്കിൽ എത്ര മില്ലിഗ്രാം ആണ് 1 കിലോഗ്രാം? അവിടെ എനിക്ക് 1000 × 1000 എടുത്താൽ മതി. ശരിയല്ലേ? ഇത്രയും മില്ലിഗ്രാം ചേരുമ്പോഴത്തേക്കാണ് എന്തായിട്ട് മാറുക? 1 കിലോഗ്രാം ആയിട്ട് മാറുക. അങ്ങനെയെങ്കിൽ എനിക്ക് പറയാം 1 കിലോഗ്രാം എന്ന് പറയുന്നത് 10⁻⁶ എന്താണ്? മില്ലിഗ്രാം ആണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ശരിയാണല്ലോ? അപ്പൊ നമ്മുടെ അളവുകളും യൂണിറ്റുകളും എന്ന ചാപ്റ്ററിൽ നമ്മൾ 3 ഫണ്ടമെന്റൽ യൂണിറ്റുകളെ പറ്റി പറഞ്ഞു. അല്ലെ, എന്താണ് ലെങ്ത്? ലെങ്തിനെ പറ്റി പറഞ്ഞു. ലെങ്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? മീറ്റർ ആണ്. അതുപോലെ ടൈമിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് സെക്കൻഡ് തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് കൊടുത്തു എന്നതിനെ പറ്റി പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞു വെച്ചത് അടുത്ത സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലെങ്കിൽ അടുത്ത ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് മാസ് ആണ്. മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ഇവിടെ നമ്മൾ കിലോഗ്രാമിനെ പറ്റി പറഞ്ഞു, അതുപോലെ മില്ലിഗ്രാമിനെ പറ്റി പറഞ്ഞു, അതുപോലെ ഗ്രാമിനെ പറ്റി പറഞ്ഞു. ഇനി എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫിസിക്സിൽ എല്ലാവരും അംഗീകരിക്കുന്ന കുറച്ച് ഫണ്ടമെന്റൽ യൂണിറ്റുകൾ വേണം, അടിസ്ഥാന യൂണിറ്റുകൾ വേണം. എനിക്കിപ്പോ നീളത്തിന് ഞാനിപ്പോ ഒരു അടിസ്ഥാന യൂണിറ്റ് ആയിട്ട് എടുത്തു. നീളം കൊണ്ടുള്ള മറ്റൊരു യൂണിറ്റിനെ എനിക്ക് പറയാൻ പറ്റുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ് എന്നാണ്. അങ്ങനെയെങ്കിൽ എനിക്കിങ്ങനെ പറയാം, യൂണിറ്റുകളെ എനിക്ക് പ്രധാനമായിട്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ഫണ്ടമെന്റൽ യൂണിറ്റ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. രണ്ടാമത്തത് ഡിറൈവ്ഡ് യൂണിറ്റ്. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞു വെച്ചത്? യൂണിറ്റ്സിനെ പ്രധാനമായിട്ട് നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ഫണ്ടമെന്റൽ യൂണിറ്റ്, രണ്ടാമത്തത് എന്താണ്? ഡിറൈവ്ഡ് യൂണിറ്റ്. എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ലോകമെമ്പാടും എല്ലാവരും അംഗീകരിക്കുന്ന കുറച്ച് അടിസ്ഥാന അളവുകൾ നമുക്ക് വേണം. അതിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുക? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് വിളിക്കാൻ പറ്റുക. മറ്റ് യൂണിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു വെച്ച് ലെങ്ത് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്, അല്ലെ? അതുപോലെ ടൈം എന്ന് പറയുന്ന ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്, മാസ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. ഇതിന്റെ മൂന്നിന്റെയും SI യൂണിറ്റുകളെ പറ്റി നമ്മൾ പറഞ്ഞു വെച്ചു. ശരിയാണല്ലോ? ഞാൻ പറഞ്ഞു മൊത്തം 7 ഫണ്ടമെന്റൽ യൂണിറ്റുകളാണ് നമ്മുടെ ജനറൽ കോൺഫറൻസ് ഓൺ വെയിറ്റ് ആൻഡ് മെഷർമെന്റിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. അതില് 3 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അടുത്ത 4 ഏതൊക്കെയാണെന്ന് നിങ്ങൾ ടേബിൾ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അതില് 4ാമത്തെ യൂണിറ്റ് ആയിട്ട് പറയുന്നത് ടെമ്പറേച്ചർ ആണ്, അല്ലെ? ടെമ്പറേച്ചറിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അല്ലെ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മോൾ ഉപയോഗിച്ചാണ്. മോൾ എന്നുള്ളൊരു യൂണിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കറണ്ട്, ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ്. ഇലക്ട്രിക് കറണ്ടിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ആംപെയർ ആണ്. ആന്ത്രേ മേരി ആംപെയറിന്റെ ബഹുമാനാർത്ഥമാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ടിന് ആംപെയർ എന്നുള്ള SI യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്.
അതുപോലെ ലൂമിനസ് ഇന്റൻസിറ്റി അല്ലെ, ലൂമിനസ് ഇന്റൻസിറ്റിക്ക് നമ്മൾ കൊടുത്തേക്കുന്ന SI യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡിലയാണ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക, അത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും വേണ്ട 3 ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. എന്താണ് മാസ്, അതുപോലെ എന്താണ് ടൈം, അതുപോലെ എന്താണ് ലെങ്ത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചു വെക്കുന്ന, ഉണ്ടാക്കി വെക്കുന്ന യൂണിറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് വിളിക്കുക അല്ലെ. ദ യൂണിറ്റ്സ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ ആശ്രയിച്ചിരിക്കുന്ന, അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ചിരിക്കുന്ന യൂണിറ്റുകളാണ് എന്തെന്ന് പറയുക, ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഏരിയയെ പറ്റി പറയുകയാണ്. ഞാനൊരു ചതുരം വരച്ചു വെച്ചു, ഒരു റെക്ടാങ്കിൾ വരച്ചു വെച്ചു. റെക്ടാങ്കിളിന്റെ ലെങ്ത് എനിക്കറിയാം, അതുപോലെ ബ്രെഡ്ത്ത് എനിക്കറിയാം, നീളവും വീതിയും എനിക്കറിയാം അല്ലെ. മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് നീളമാണ് അല്ലെ. നീളത്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്, SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, മീറ്റർ ആണ് എന്ന് നമുക്കറിയാം. അതുപോലെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി, വീതിയെ പറ്റിയും പറയുന്നത് നമ്മൾ ഇതിന്റെ നീളമാണ് മെഷർ ചെയ്യുക. അതിന്റെയും സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, മീറ്റർ തന്നെയാണ്. അപ്പോ ഈ ഇക്വേഷനിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അങ്ങനെയാണെങ്കിൽ മീറ്റർ ഇൻറ്റു മീറ്റർ. എനിക്ക് പറയാൻ സാധിക്കും ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, മീറ്റർ സ്ക്വയർ ആണ്. ഈ മീറ്റർ സ്ക്വയർ എനിക്ക് എങ്ങനെ കിട്ടി, നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക, ഏരിയയുടെ യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ സ്ക്വയർ. അതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. ഇനി നമ്മുടെ ഫിസിക്സിലേക്ക് വരാം. ഫിസിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലെ. സ്പീഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് അല്ലെങ്കിൽ വേഗത, വേഗത എന്ന് പറയുന്നത് ദൂരം ഭാഗം സമയമാണ് അല്ലെ. ഇവിടെ ഡിസ്റ്റൻസ് ഉദ്ദേശിക്കുന്ന ദൂരമാണ്. ദൂരത്തിനെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്കുള്ള ദൂരത്തിനെ നമുക്ക് ലെങ്ത് അല്ലെങ്കിൽ നീളം എന്ന് പറയാം. ദൂരത്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീളത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ് എന്ന് നമുക്കറിയാം, ശരിയല്ലേ. അതുപോലെ ടൈമിന്റെ SI യൂണിറ്റ് ഏതാ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇവിടെ ഞാൻ ഡിവൈഡ് ചെയ്യാണ് ചെയ്തേക്കുക. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഇതിനെ എനിക്ക് മീറ്റർ ബൈ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്ന് വായിക്കാം. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്റ്റൻസിൽ നിന്നും ടൈമിൽ നിന്നും ഡിറൈവ് എടുത്ത യൂണിറ്റ് ആണ്, അവിടെ നിന്ന് ഉണ്ടാക്കിയെടുത്ത യൂണിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്ന് പറയുക സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറയുക. സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള യൂണിറ്റിലാണ്. എങ്കിൽ ഇതെനിക്ക് പറയാൻ സാധിക്കും ഇത് ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഇനി ഞാൻ നിങ്ങളോട് ഒരു ടേബിൾ തരാം. ആ ടേബിളിനകത്തുനിന്ന് ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, ഏതൊക്കെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ ആക്കിയിട്ട് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ ഞാനൊരു 10 അല്ലെങ്കിൽ ഒരു 10 യൂണിറ്റ് തരുവാണ്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ലെങ്ത്, രണ്ടാമത്തെ യൂണിറ്റ് ബ്രെഡ്ത്ത്, അടുത്തത് ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം അല്ലെ. അതുപോലെ ഇലക്ട്രിക് കറണ്ട്, ഇനി പറയാൻ പോകുന്നത് വെലോസിറ്റി, അടുത്തത് സ്പീഡ്, ഇനി ഞാൻ പറയാൻ പോകുന്നത് മാസ്, ഇനി എട്ടാമത്തത് ഞാൻ പറയാൻ പോകുന്നത് വെയിറ്റ് അല്ലെങ്കിൽ ഭാരം. പോട്ടെ, ഈ 8 യൂണിറ്റ് മതി. ഈ 8 യൂണിറ്റുകളിൽ ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്, ഏതൊക്കെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് ഒരു ടേബിൾ വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് എഴുതി വയ്ക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ തരാൻ പോകുന്നത് കുറച്ച് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഞാൻ തരികയാണ്, കുറച്ച് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് തരികയാണ്. അതിന്റെ യൂണിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തി വയ്ക്കുക. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏരിയയുടെ യൂണിറ്റ് ഞാൻ എങ്ങനെ കണ്ടെത്തിയെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇക്വേഷൻ നമുക്കറിയാം.
അത് മീറ്ററിന്റെ മീറ്റർ ആയതുകൊണ്ട് ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ സ്പീഡ് അല്ലെങ്കിൽ വേഗതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കുറച്ച് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് തരികയാണ്. അതിന്റെ യൂണിറ്റ് എന്താണെന്ന് എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തത് വെലോസിറ്റി. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണ്. അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ദൂരം തന്നെയാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് ക്ലാസ്സിൽ പറയാം. പക്ഷെ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ദൂരമാണ്. ഇതിന്റെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, സ്ഥാനാന്തരം ഭാഗം സമയം. അപ്പോൾ അതിന്റെ യൂണിറ്റ് എത്ര ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വയ്ക്കുക. അതുപോലെ ഏരിയ അല്ലെ, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്, അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതിന്റെ എന്താണ്? യൂണിറ്റ് എത്രയാണെന്ന് എഴുതി വയ്ക്കുക. ഇങ്ങനെ കുറച്ച് ഡിറൈവ്ഡ് യൂണിറ്റ്സ് നിങ്ങൾ കണ്ടെത്തി വയ്ക്കുക. ഒരു 5 യൂണിറ്റ്സ് എഴുതി വയ്ക്കുക. അതിന്റെ ക്വാണ്ടിറ്റി എഴുതി വയ്ക്കുക. അതിന്റെ എന്ത് ചെയ്യുക? യൂണിറ്റ്സും എന്ത് ചെയ്യുക? എഴുതി വയ്ക്കുക. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് മാസിനെ പറ്റി പറഞ്ഞു അല്ലെ. 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 3 ഫണ്ടമെന്റൽ യൂണിറ്റിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. അത് കഴിഞ്ഞിട്ട് ഫണ്ടമെന്റൽ യൂണിറ്റ് കൊണ്ടുണ്ടാക്കി വെച്ചേക്കുന്ന യൂണിറ്റ് നമ്മൾ വിളിച്ച പേര് ഡിറൈവ്ഡ് യൂണിറ്റ് എന്നാണ്. ആ ഡിറൈവ്ഡ് യൂണിറ്റ് എന്നതിനെ വിളിക്കാൻ കാര്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഞാൻ 2 ക്വസ്റ്റ്യൻസ് തന്നു. അപ്പൊ ഇത്രയും ചെയ്തു വയ്ക്കുക. ബാക്കി നമുക്ക് അടുത്ത ലെസണിൽ നോക്കാം.